ഇപ്പൊ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഒരു റീ റിലീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാനായിട്ട് രമേശ് ചേട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി റീ റിലീസ് ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇതൊന്നും റിലീസ് ചെയ്തിട്ട് രമേശ് ചേട്ടൻ ഇതിൽ എനിക്കൊരു പങ്കുമില്ലാട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം കപ്പല് മുതലാളി പക്ഷെ കപ്പല് ഞാൻ നിർത്തി പോലെ അമ്പൊന്നും അല്ല. ഞങ്ങക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. ഞങ്ങൾ അതിനു വേണ്ടി പിഷാരടിസ്ഥാനാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുക. ഇൻഫ്ലുവൻസ് ഉള്ളു, പടമില്ല. ഇവന് ഒരുപാട് പടമുണ്ട്, ഇൻഫ്ലുവൻസ് ഇല്ല. ഇത്രയും പ്രേതത്തെ ഒരുമിച്ച് കണ്ടത് കടമറ്റ തച്ചന്റെ പാട്ടില. ഞാൻ പണ്ട് ടിവിയുടെ എപ്പിസോഡ് ചെയ്യുന്ന പോലെ ഇവൻ പടം ചേട്ടാ, നമ്മളിപ്പോ രേഖാചിത്രത്തിന്റെ സക്സസ് മീറ്റിലെ ജഗദീഷ് അതാണ് ഞാൻ സാധാരണ കൂട്ടമുള്ളിടത്തേക്ക് അവൻ ചെല്ലാറില്ല, അവൻ ചെല്ലുന്നിടത്താണ് കൂട്ടം. അതാണ് ധ്യാൻ ശ്രീനിവാസൻ. ദവാണ് എൻ്റെ ഉള്ളിൽ ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. പൊളിച്ചവൻ ഇവൻ. അതായത് ബസ് സ്റ്റാൻഡിൽ മൈലെണ്ണ വിൽക്കാൻ വെച്ചേക്കുവെന്ന നാട്ടുകാർ വിചാരിക്കുള്ളൂ. ഇത് നിങ്ങളുടെ മുട്ടുവേദന മട്ടുവേദന നിങ്ങളെ ത്രസിപ്പിക്കാനായിട്ട് നീ എഴുതി കൊടുത്തതുണ്ടല്ലോ എന്തൊക്കെയാണ്. ഇവന്റെ അടുത്തേക്ക് ആരും പോകുന്നില്ല, ഇവൻ നിൽക്കുന്നിടത്തേക്ക് ജനക്കൂട്ടം വരുന്നു. എന്റെ കേസിൽ എന്താ, ഞാനുള്ള സമയത്ത് ജനക്കൂട്ടം വരാറില്ലേ? അത് സത്യമല്ലേ? എന്റെ കേസില് എന്റെ കേസില് അങ്ങനെ ഇവനുള്ളത് ജനക്കൂട്ടം വരുമെങ്കിൽ ഇവൻ റിലീസ് ദിവസം തിയേറ്ററിന് വാദിക്കാൻ നിൽക്കാത്ത എന്തുകൊണ്ടാണ്? ഈ കോളേജിലെ പ്രോഗ്രാംസിലേക്ക് ഒരു പ്രത്യേകതരം ഹാപ്പിനെസ് ഞാൻ നിങ്ങളിൽ കണ്ടു. ധ്യാൻ ചേട്ടനിലൊക്കെ പാടുന്നു. പക്ഷെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴേ പുള്ളി ഇത്ര നന്നായിട്ട് അത് പാടി എനിക്കും തോന്നി. ശരിയാ, പക്ഷെ അത് പുറത്തിറങ്ങി ജ്ഞാപകം പാടിയപ്പോ മാറി. വന്നു ഞാൻ വിളിച്ചപ്പോ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നു? അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അല്ല അല്ല, ഞാൻ ഉള്ളൊഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലല്ലോ. എന്തുകൊണ്ട് വെള്ളമായിട്ടാണ് വിളിച്ചത്? ഇതേപോലെ ഇൻട്രോ ഇവിടെ ഒരു ഇൻട്രോ എടുത്ത് ചെറുപ്പത്തിലെ ഒരാളോട് എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാം നമുക്ക് രമേശ് പിഷാരടിയെ പോലെ ആവണമെന്ന്. കാരണം അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. ടി വിയിലുണ്ട്, സിനിമയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. എല്ലായിടത്തും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. നിങ്ങളൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു വേദനിക്കുന്ന സത്യം മനസ്സിലാക്കണം. ഒരു അര ദിവസം മുഴുവൻ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചിട്ട് എനിക്ക് ശരിക്കും രാവിലെ തീരേണ്ടതാണ്. അര ദിവസത്തെ തീരുന്ന ഷൂട്ടാ, ഒരു ഫുൾ ഡേ റെന്റ് വാങ്ങിച്ചു. ശരിക്കും ജീവ സത്യം പറ, ജീവയ്ക്ക് പൈസ തന്നായിരുന്നോ? അതൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് തരും. പഠിക്കുന്ന വലിയതോ സ്ഥലത്താണ്. എന്നിട്ടും നിനക്ക് കിട്ടിയല്ലോടാ, അത് ഭയങ്കരമായി. നീ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുന്നത്. ഇത് ഇത്രയും മോശം ഇൻസ്റ്റാഗ്രാമിലുണ്ട് എന്റെ പ്രൊഫൈലിൽ. ഇന്നേ വരെ ആരെങ്കിലും വെക്കൂടാ. വേറെ എന്തൊക്കെ നിനക്ക് എന്നെ പറ്റി പറയാമായിരുന്നു? നിന്നെ അക്ഷയ സെന്ററിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. എന്തൊരു ഒന്നും ഞങ്ങള് ആവശ്യമില്ല. ഇവൻ ഏതാണ്ട് നമ്മളൊക്കെ കൂടെ ആധാർ പുതുക്കാൻ ഇവന്റെ അടുത്ത് വന്നതാണ് വിചാരം. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി. അല്ല അജുവേട്ടാ, ഇപ്പൊ മലർവാടി നിന്നാണ് അജുവിന്റെ സ്റ്റാർട്ടിങ്.
വിനീതേട്ടന്റെ കൂടെ. പറഞ്ഞ നന്നായി. ഞാൻ ഇവൻ ബാലനില് വന്നതാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് നിങ്ങള് അതിപ്പോ താൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെമ്മീനിലൊക്കെ നോക്കി. നിങ്ങളൊക്കെ എപ്പോഴും പറയും ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയും. അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി സ്റ്റാർ. പ്രൊഡ്യൂസർക്ക് ഒരു രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാറില്ല, ഒരു പ്രഷർ. ഇറങ്ങിക്കഴിയുമ്പോൾ ബാധ്യത ആവാറുണ്ട്. ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണല്ലോ. അപ്പം അത് പഠിച്ച് ആ പാടുള്ള പ്രോസസ്സ് പഠിച്ച് അതിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ വല്ലവന്റെ കാശിന് പഠിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് എടുക്കാൻ പറ്റൂ. സത്യം പറയട്ടെ, ഞാൻ ഇവനെ പഠിപ്പിക്കാൻ പെട്ടെന്ന് വരും ഇവിടെ പ്രീസ്റ്റിലും മമ്മൂക്കയുടെ കൂടെ, അത് കഴിഞ്ഞ് ആ കൈസേഹോയിലെ ധ്യാൻ ചേട്ടന്റെ കൂടെ. എന്താണ് ആ ഒരു സിമിലാരിറ്റി? അത്രേ ഉള്ളൂ. നമ്മളെക്കാളും എത്രയോ പടങ്ങൾ ചെയ്ത ആൾക്കാരെ. അപ്പൊ അവരെങ്ങനെയാണോ അല്ല, അതിപ്പോ മമ്മൂട്ടിയെക്കാളും കഴിഞ്ഞു.